ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് EVSലെ ടു ദ വേൾഡ് ഓഫ് അനിമൽസ് ആ ചാപ്റ്ററിലെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യാം. ലിസ്റ്റ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ബോഡി ഫീച്ചേഴ്സ് ഓഫ് ഓർഗാനിസംസ് ആൻഡ് ദെയർ മോഡ് ഓഫ് മൂവ്മെൻറ്റ്സ്. ജീവജാലങ്ങളുടെ ബോഡിയുടെ സവിശേഷതകളും അവയുടെ മോഡ് ഓഫ് മൂവ്മെൻറ്റ്സ്, അവ ചലിക്കുന്ന രീതിയും. ക്രിയേച്ചർ, ഫസ്റ്റ് വൺ ഹോഴ്സ്. കുതിരയുടെ ബോഡി ഫീച്ചർ എന്താ പറയുക? 4 legs that bend backwards. 4 കാലുകളുണ്ട് അല്ലേ കുതിരയ്ക്ക്, അത് ബാക്കിലേക്ക് വളയ്ക്കാൻ സാധിക്കും. അപ്പോൾ മൂവ്മെൻ്റ് എന്തൊക്കെ വരുന്നുണ്ട്? വോക്ക്, റൺ, നടക്കാനും ഓടാനും സാധിക്കും. അടുത്തത് സ്നേക്ക് നോ ലെഗ്സ്. സ്നേക്കിന് കാലുകളില്ല. The entire body part is used for movement. സ്നേക്കിൻ്റെ മൊത്തത്തിലുള്ള ബോഡി പാർട്ട് അതിൻ്റെ മൂവ്മെൻറ്റിന് ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ സ്നേക്കിൻ്റെ മൂവ്മെൻറ്റ് എന്താ? ക്രോൾ, ഇഴയുക എന്നുള്ള മൂവ്മെൻറ്റാണ് അതിന് വരുന്നത്. അടുത്തത് ഡവ്, പ്രാവാണ്. പ്രാവിന് there are legs, there are wings. കാലുകളുണ്ട്, ചിറകുകളുണ്ട്. അപ്പോൾ അതിൻ്റെ മൂവ്മെൻറ്റ് എന്തൊക്കെയാണ് വരിക? വോക്ക്, ഫ്ലൈ, നടക്കാനും പറക്കാനും സാധിക്കും പ്രാവിന്. ഫിഷിന് എന്താ വരുന്ന ബോഡി ഫീച്ചർ? ബോത്ത് എൻഡ്സ് പോയിൻറ്റഡ് ബോഡി, വിങ്സ് ഓൺ സൈഡ്സ് ആൻഡ് ടെയിൽ. വിങ്സ് ഉണ്ട് അല്ലേ, ചിറകുകളുണ്ട് ഫിഷിന്. പോയിൻറ്റഡ് വിങ്സ് ആണ്. അതെവിടെയൊക്കെയുള്ളത്? ഓൺ സൈഡ്സ് ആൻഡ് ടെയിൽ. സൈഡ്സ് വശങ്ങളിലും വാലിലും വിങ്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ മൂവ്മെൻറ്റ് എന്താ? സ്വിം. ഫിഷിന് സാധിക്കുന്നത് നീന്താൻ സാധിക്കും. മൂവ്മെൻറ്റ് സ്വിം. അടുത്തത് ഡക്കിൻ്റെ എന്താ ബോഡി ഫീച്ചർ? there are wings, there are legs. ചിറകുകളുണ്ട്, കാലുകളുണ്ട്. അപ്പം അതിൻ്റെ മൂവ്മെൻറ്റ് എന്താ വരിക? മൂവ്മെൻറ്റ് വോക്ക്, ഫ്ലൈ, സ്വിം. നടക്കാനും പറക്കാനും നീന്താനും സാധിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, ഡിഫറെൻ്റ് ഓർഗാനിസംസ് ആൻഡ് ദെയർ ഫുഡ്. ജീവജാലങ്ങളും അവയുടെ ഭക്ഷണവും. ഫസ്റ്റ് ക്രിയേച്ചർ കൗവ്. കൗവിൻ്റെ ഫുഡ് എന്താ പറയുക? ഗ്രാസ്, ഹേ, പുല്ലും വൈക്കോലും. അടുത്ത ക്രിയേച്ചർ ക്രോയുടെ ഫുഡ്. കാക്കയുടെ ഫുഡ് എന്തൊക്കെയാ? ഗ്രെയിൻസ്, ഫ്രൂട്ട്സ്, റാറ്റ്സ്, ഇൻസെക്ട്സ്, വെജിറ്റബിൾസ്, സ്പൈഡേഴ്സ്, സ്നെയിൽസ്. ധാന്യങ്ങൾ, പഴങ്ങൾ, എലികൾ, പ്രാണികൾ, പച്ചക്കറികൾ, എട്ടുകാലികൾ, ഒച്ചുകൾ. അടുത്ത ക്രിയേച്ചർ ഏതാ? എലഫൻറ്റിൻ്റെ ഫുഡ് എന്താ? ലീവ്സ്, ഫ്രൂട്ട്സ്, ഹെർബ്സ്, ട്രീസ്, ബാർക്ക്, ഷ്രബ്സ്. എലഫൻ്റ് സസ്യഭോജിയാണ് അല്ലേ. അപ്പോൾ എന്തൊക്കെയാ? ഇലകളും പഴങ്ങളും. ട്രീസ് ബാർക്ക്, ട്രീയുടെ ബാർക്ക് എന്താ? മരത്തിൻ്റെ തൊലി. ഷ്രബ്സ്, ഇതൊക്കെയാണ് എലഫൻ്റ് കഴിക്കുന്നത്. സ്ക്യൂരൽ എന്ന് വെച്ചാൽ എന്താ? അണ്ണാൻ്റെ ഫുഡ് എന്തൊക്കെയാണ് വരിക? ഫ്രൂട്ട്സ്, വേംസ്, സീഡ്സ് ആൻഡ് നട്ട്സ്, ഇൻസെക്ട് ദാറ്റ് ലീവ് ഇൻ ട്രീസ്. പഴങ്ങൾ, പുഴുക്കൾ, വിത്തുകൾ, ഇൻസെക്ട്സ്, പ്രാണികൾ ദാറ്റ് ലീവ് ഇൻ ട്രീസ്. മരത്തിൽ ജീവിക്കുന്ന പ്രാണികളൊക്കെയാണ് അണ്ണാൻ കഴിക്കുന്നത്. അടുത്തത് ഹെന്നിൻ്റെ എന്താ പറയുക ഫുഡ്? ഇൻസെക്ട്സ്, വേംസ്, വെജിറ്റബിൾസ്, പൾസസ്, ഫ്രൂട്ട്സ്, സീഡ്സ് ആൻഡ് ഗ്രെയിൻസ്. പ്രാണികൾ, പുഴുക്കൾ, പച്ചക്കറികൾ, പയറുവർഗ്ഗങ്ങൾ, പഴങ്ങൾ, പിന്നെ ധാന്യങ്ങൾ. ഇതൊക്കെ ഹെന്നിൻ്റെ ഫുഡാണ്. അടുത്തത് ഈഗിൾ എന്ന് വെച്ചാൽ എന്താ? കഴുകൻ്റെ ഫുഡ് എന്തൊക്കെ വരിക? ഫിഷ്, റാബിറ്റ്, സ്നെയിൽ, പാരറ്റ്സ്, ഫോക്സ്, ഡിയർ. മീൻ, മുയൽ, പാമ്പ്,
തത്ത, കുറുക്കൻ, മാൻ. കിങ്ഫിഷർ ആരാ? പൊന്മാൻ. പൊന്മാൻ്റെ എന്തൊക്കെ വരാ? ഫിഷ്, ഫ്രോഗ്, സ്മോൾ സ്നേക്സ് ആൻഡ് ലിസാർഡ്സ്, അക്വാട്ടിക് ഇൻസെക്ട്സ്. മീൻ, തവള, ചെറിയ പാമ്പുകൾ, പല്ലികൾ. അക്വാട്ടിക് ഇൻസെക്ട്സ് എന്താ? വെള്ളത്തിലുള്ള പ്രാണികൾ. ഫ്രോഗിൻ്റെ ഫുഡ് എന്തൊക്കെയാ? ഫ്ലൈസ്, സ്നെയിൽസ്, ഇൻസെക്ട്സ്, വേംസ്. ഈച്ചകൾ, ഒച്ചുകൾ, പ്രാണികൾ, പുഴുക്കൾ. അടുത്തത് ഗോട്ടാണ്. ആടിൻ്റെ എന്തൊക്കെ വരാ ഫുഡ്? ലീവ്സ്, ഗ്രെയിൻസ്, ഫ്രൂട്ട്സ്. ഇലകൾ, ധാന്യങ്ങൾ, പഴങ്ങൾ. അടുത്ത ക്രിയേച്ചർ ഹ്യൂമൻ ബീയിങ്ങിന് എന്തൊക്കെ ഫുഡ് വരണേ? മീറ്റ് കഴിക്കും, വെജിറ്റബിൾസ് കഴിക്കും, ഫ്രൂട്ട്സ്, എഗ്ഗ്, പൾസസ്, ഫിഷ്. ഇറച്ചി, പച്ചക്കറികൾ, പഴങ്ങൾ, മുട്ട, പയറുവർഗ്ഗങ്ങൾ, മീൻ. ഇതൊക്കെ ഹ്യൂമൻ ബീ മനുഷ്യർ കഴിക്കുന്ന ഫുഡാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് ഹെർബിവോറസ്, കാർണിവോറസ്, ഓംനിവോറസ്? ഹെർബിവോറസ് എന്ന് പറഞ്ഞാൽ എന്താ? ഹെർബിവോറസ്, the creatures which eat only plants parts are called herbivores. ക്രിയേച്ചേഴ്സിൽ which eat only plant parts മാത്രം ഭക്ഷിക്കുന്നവരെ ഹെർബിവോറസ് എന്ന് പറയും. സസ്യഭോജികൾ. പ്ലാന്റ് മാത്രം ഈറ്റ് ചെയ്യുന്നവരെ സസ്യഭോജികൾ. പിന്നെ അതിന് എക്സാമ്പിൾ ഏതൊക്കെ വരിക? കൗ, പാരറ്റ്, ഡിയർ, ഷീപ്പ്, റാബിറ്റ്, സീബ്ര, എലഫന്റ്. അടുത്തത് കാർണിവോറസ്, മാംസഭുക്കുകൾ. Creatures which eat only meat are called carnivores. മീറ്റ് ഈറ്റ് ചെയ്യുന്നവർ, ഇറച്ചി ഭക്ഷിക്കുന്നവർ, ആ ജീവികൾ കാർണിവോറസ്, മാംസഭുക്കുകളാണ് അല്ലേ? കാർണിവോറസ് എന്ന് വെച്ചാൽ എന്താ? മാംസഭുക്കുകൾ. ഏതൊക്കെ ഒരു എക്സാമ്പിൾ? ലയൺ, ചീറ്റ, ഫോക്സ്, വൾച്ചർ, സ്നേക്ക്, സ്പൈഡർ, ലിയോപാഡ്. സിംഹം, പുലി, കുറുക്കൻ, കഴുകൻ, പാമ്പ്, എട്ടുകാലി, പുലിപ്പുലി. അടുത്തത് ഓംനിവോറസ്. ഓംനിവോറസ് എന്ന് വെച്ചാൽ എന്താ? ഓംനിവോറസ് ആർ ക്രിയേച്ചേഴ്സ് ദാറ്റ് ഈറ്റ് ബോത്ത് പ്ലാന്റ്സ് ആൻഡ് മീറ്റ്. പ്ലാന്റ്സും കഴിക്കും, മീറ്റും കഴിക്കും. അവരെ ഓംനിവോറസ് എന്നാ പറയുക. ഓംനിവോറസിന് എക്സാമ്പിൾ ഏതാ? ക്രോ, ഡക്ക്, hen, cat, dog, human being, ant. കാക്ക, താറാവ്, കോഴി, പൂച്ച, നായ, ഹ്യൂമൻ ബീ മനുഷ്യർ, ഉറുമ്പ്. ഇതെല്ലാം ഓംനിവോറസ് ആണ്. സസ്യം കഴിക്കും, മാംസം കഴിക്കും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ബോഡി പാർട്സ് ഓഫ് ദി ഡക്ക് ഹെൽപ്പ് ദം ടു ക്യാച്ച് ദെയർ പ്രേ? ഡക്കിന് അതിൻ്റെ ഇരയെ പിടിക്കാൻ ഏതൊക്കെ ബോഡി പാർട്സ് ആണ് സഹായിക്കുന്നത്? ഓയിലി ലൈക്ഡ് ഫെദേഴ്സ് ഹെൽപ്പ് ടു മൂവ് ഈസിലി ഇൻ വാട്ടർ. ഓയിൽ രൂപത്തിലുള്ള തൂവൽ അതിന് വാട്ടറിൽ മൂവ് ചെയ്യാൻ സഹായിക്കും. ഓൾ ലൈക്ക് ലെഗ്സ് ഹെൽപ്സ് സ്വിമ്മിങ് ഈസിയർ. തുഴ പോലുള്ള കാലുകൾ എളുപ്പത്തിൽ നീന്താൻ സഹായിക്കും. ഫ്ലാറ്റ് ലിപ്സ് ഹെൽപ്പ് ഫിഷ് ഇൻ ടു മൗത്ത്. പരന്ന ചുണ്ടുകൾ മീനൊക്കെ പിടിക്കാനായിട്ട് അതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. വിച്ച് ബോഡി പാർട്സ് ഓഫ് ഈഗിൾ ഹെൽപ്പ് ദം ടു ക്യാച്ച് ദെയർ പ്രേ? കഴുകന് അതിൻ്റെ ഇരയെ പിടിക്കാൻ ഏതൊക്കെ ബോഡി പാർട്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? Their strong and wide wings help to fly high. സ്ട്രോങ്ങും പരന്നതുമായ ചിറകുകൾ അതിനെ ഉയരത്തിൽ പറക്കാൻ സഹായിക്കുന്നു. എക്സലന്റ് ഐസൈറ്റ് ഹെൽപ്സ് ടു സ്പോട്ട് ദ പ്രേ ഫ്രം എ ഗ്രേറ്റ് ഹൈറ്റ്. പിന്നെ അതിൻ്റെ ഐസൈറ്റ് കാഴ്ചശക്തി ദൂരെയുള്ള ഇരയെ
കാണാനുള്ള എക്സലൻ്റ് ആയിട്ടുള്ള ഐസൈറ്റ് അതിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. Their strong and curved claws help to catch their prey. പിന്നെ അതിൻ്റെ സ്ട്രോങ്ങും കർവ്ഡ് എന്ന് വെച്ചാൽ വളഞ്ഞതുമായിട്ടുള്ള നഖങ്ങൾ അതിൻ്റെ ഇരയെ പിടിക്കാൻ അതിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്.